ഉമ്മാനെ കാണാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ള ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഉമ്മാരെന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയ നമ്മളെ സമ്പത്താണ് അല്ലേ ബ്രോ? ഉമ്മാര് ഇപ്പാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഓലെ ഉണ്ടാവുള്ളൂ. അതായത് നമ്മളെടുത്ത് നിന്ന് ഒന്നും ആഗ്രഹിക്കാതെ നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളാണ് നമ്മളെ ഉമ്മാര്. കാരണം ഉമ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത് ഉമ്മ ഉണ്ടാവുമ്പോഴാണ്. അതായത് ഞാൻ കുടിയിരുന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ പിന്നെ നമ്മളെ കുടിയിരിക്കലിന് ശേഷമുള്ള ഒരു 2-3 വ്ളോഗ് കണ്ടറിയാം. എനിക്കെന്നെ വ്ളോഗ് എടുക്കുമ്പോൾ കരച്ചിൽ വരും. മറ്റേ നമ്മൾ തറവാട്ടിലാകുമ്പോൾ വ്ളോഗ് ഹായ് ഗായ്സ് ഐഷുമ്മ എന്നൊക്കെ പറയാണ്ട് വരികയല്ലേ. ഇവിടെ വരുമ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഞാനൊരു ഒറ്റപ്പെട്ട ഫീല്. സത്യത്തിൽ എല്ലാവരും ഉണ്ട്, പെണ്ണുങ്ങളുണ്ട്, കുട്ടികളുണ്ട്. പക്ഷെ ഉമ്മല്ലാത്ത നമുക്ക് ചെറിയ നിമിഷമാണെങ്കിൽ പോലും അത് നമുക്ക് ഭയങ്കര ഞാൻ ഗൾഫിൽ പോയിട്ട് എനിക്ക് ഏറ്റവും വലിയൊരു ഇടങ്ങേറുണ്ട് ഇതിന് സംഗതിയാണ് ഉമ്മാനെ കാണാൻ പുതിയ. ഞാൻ ഗൾഫിൽ പോയി ഫസ്റ്റത്തെ ദിവസം 2-ാമത്തെ ദിവസമൊക്കെ ഞാൻ ബാത്റൂമിൽ ടാപ്പ് തുറന്നിട്ട് കണ്ട് നൊലോളിച്ചത് ആ ഓർമ്മ ഉണ്ടെങ്കിൽ ഞാനല്ല നൊലോളിച്ചല്ലേ. നിങ്ങൾക്ക് വിളിച്ചപ്പോ നൊലോളിച്ച ഓർമ്മയുണ്ടോ? ഇമ്മ നൊലോളിച്ചിട്ടുണ്ട്. ഉമ്മ നല്ല സപ്പോർട്ടാട്ടോ അങ്ങനത്തെ കാര്യത്തിലൊക്കെ. നൊലോളിന്റെ കാര്യത്തിലൊക്കെ ഉമ്മ ഭയങ്കര സപ്പോർട്ടാ. അപ്പൊ ഉമ്മ എന്ന് പറഞ്ഞാല് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ് ഉമ്മ ഉപ്പ എന്നൊക്കെ പറഞ്ഞാല്. ഓലെ നമ്മൾ കൈവിടാതെ, അതായത് ഇനിയിപ്പോൾ എന്തൊക്കെ മക്കളും ഉമ്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം കച്ചറി ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ അവരെ നമ്മൾ കൈവിടാതെ ഓരെ കൂടെ എന്നും ഓൽക്കൊരു സപ്പോർട്ടായിട്ട് ഒരു താങ്ങും തണലുമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുക എന്നുള്ളത് നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അത് എന്നും അൻഷിഫൂനിക്കൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം, അതായത് ഇപ്പം നമ്മളെ ഉമ്മാരും ഉപ്പാരും പ്രത്യേകത എന്താ വെച്ചാൽ ഓല് എന്തൊരു പ്രശ്നത്തിൽ ഇനിയിപ്പോൾ നമ്മൾ തെറ്റ് ചെയ്തു അങ്ങനെ നമ്മളൊരു പ്രശ്നത്തിൽ കുടുങ്ങിയാൽ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാൾക്കാരാണ് നമ്മളെ ഉമ്മയും. അതായത് ഓൽക്ക് ഓലെ മക്കളെ രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ മക്കൾ രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്തയാണ്. നേരെ മറിച്ച് നമ്മളെ പെണ്ണുങ്ങൾ അരിറ്റങ്ങളൊക്കെ പറഞ്ഞാൽ ഇന്ന് വന്ന് നാളെ നമ്മൾ ഒന്നാൾ പൊയ്ക്കോ പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും വർത്താനം പറ്റാത്ത പറഞ്ഞ പോലെ ഇറങ്ങിപ്പോവും. ഇബൽക്കൊക്കെ പറഞ്ഞാൽ അതിനുള്ള നന്ദി ഉണ്ടാവും.